ദൈവത്തിൻ്റെ മഹത്വം. എക്സോഡക്സ് മീഡിയയുടെ സംഗീതദിശയും ദൈവവചന ശുശ്രൂഷയിലേക്കും ഏവർക്കും സ്വാഗതം. ഇതിനായി ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്നാൽ ദൈവത്തിനെ കോടാനുകോടി നന്ദി അർപ്പിച്ചോളട്ടെ. പ്രാർത്ഥിച്ച് ഈ സംഗീതദിശയും ദൈവവചന ശുശ്രൂഷയും ഇവിടെ ആരംഭിക്കാം. പ്രാർത്ഥിക്കുന്നതിനായി ജർമ്മനെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം സ്തുതിക്കാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആദ്യമേ നമുക്കൊരു സ്തോത്രത്തോടു കൂടിയ സംഗീതം ആരംഭിക്കാം. ആരംഭിക്കുന്നതിനായി സിസ്റ്റർ കൊച്ചുമോൾ അനീഷിനെ ക്ഷണിക്കുന്നു. സ്തോത്രം സ്തോത്രമേ യേശുവേ, സ്തോത്രത്തിനു യോഗ്യനേ, സകലനാമവും പാടുന്നു ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ. പാപഭാരം ചുമക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടു നീ, പാപഭാരം ചുമക്കുന്ന ദൈവത്തിൻ കുഞ്ഞാടു നീ, സകലനാമവും പാടുന്നു ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. താങ്ക് യു. അടുത്തതായി ആരാധനേശ്വര എന്ന ഗാനം ജർമ്മയെ ആരംഭിക്കുന്നു. ഹൃദയത്തിനാനന്ദമേ, നിൻ
ഇപ്പോൾ എല്ലാവരും കൂടെ ആരംഭിക്കുന്നു. സ്തോത്രം. അടുത്തതായി വന്നോളിൻ സോദരേ എന്ന ഒരു മാപ്പിള പാട്ട് നമുക്ക് കേൾക്കാം. അതിനായി സിസ്റ്റർ കുസുമ അനുസരിക്കുന്നു. വന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ പാപങ്ങളെ എരുവളിസായേ ആദാമ്യ പാപം നിമിത്തം നാവികനായ അയ്യത്തേനോവേ
സ്തോത്രം. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മധുരം. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മധുരം. എൻ്റെ ഹൃദയത്തെ തൊടുവാൻ ഒരു വിരലോടുവാൻ ഞാൻ യേശുവേ ഞാൻ ഒരിക്കലും തികച്ചാതല്ല. ഇസ്രായേലേ ആനന്ദമേ ജീവിതത്തിലേക്കും ഞാൻ യേശുവേ ഞാൻ ഒരിക്കലും തികച്ചാതല്ല. പാതിരായിരുന്നാലും ശ്രേഷ്ഠൻ സർവാംഗ സുന്ദരൻ യേശു. എനിക്കൊരു ഉത്തമ ഗീതം എൻ്റെ പ്രിയനോട് പാടുവാനുണ്ട്. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മധുരം. എൻ്റെ യേശുവിനായി എഴുതിയ ഗീതം ഒരു പനിനീർപ്പൂ പോലെ മധുരം. നമ്മുടെ ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അനേകം പ്രാർത്ഥന ബന്ധങ്ങളിൽ പുരുഷന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഞാൻ കുറച്ചുപേരെ വരച്ചു കാട്ടുകയാണ് നിങ്ങളുടെ മുമ്പിൽ. താൻ പള്ളിയിൽ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് താൻ കാണുന്നത്, ഏലി പുരോഹിതൻ. പക്ഷെ ഏലി പുരോഹിതന് മനസ്സിലായില്ല. താൻ വിചാരിച്ചത് മദ്യം കുടിച്ചിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പോലെയാണ് താൻ എനിക്ക് മനസ്സിലായത്. പക്ഷേ ഹന്നയ്ക്കും കർത്താവിനും മാത്രമേ അറിയത്തുള്ളൂ തന്റെ ഉള്ളതുപോലെയുള്ള വിഷമം. താൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചുമ്മാ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയാണ് ദീനക്കാരനെ സൗഖ്യമാക്കുന്നതെന്ന് പറയുന്നത് പോലെ വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, അത് വിശ്വാസത്തോടുകൂടി ആയിരിക്കണം പ്രാർത്ഥിക്കുന്നത്. താൻ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച് താൻ പിറ്റേ വർഷം അതേ ദേവാലയത്തിൽ അതേ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് പുരോഹിതനോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ ദേവാലയത്തിൽ തന്നെ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥിച്ചത് എനിക്കൊരു ആൺ തലമുറയെ തരണമെന്നായിരുന്നു. കർത്താവിനിക്ക് ഈ വർഷം തന്റെ നിന്നയെ മാറ്റി ഹന്നയെ കളിയാക്കിക്കൊണ്ടിരുന്ന പെരീനയുടെ മുമ്പിൽ ദൈവം മാനിച്ചെങ്കിൽ നിന്നെ ആരുടെ മുമ്പിൽ വെച്ചാണോ നിന്നെ കളിയാക്കുന്നത് അവരുടെ മുമ്പിൽ തന്നെ ദൈവം മാനിപ്പാൻ ദൈവം സർവശക്തനാണെന്ന് നമുക്ക് അവിടെ തന്നെ കാണുവാൻ സാധിക്കും. ഏലി പുരോഹിതൻ വരെ കളിയാക്കി മദ്യം കുടിച്ചിട്ട് വന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷെ പിറ്റേ വർഷം ദൈവം ഒരു ഷോമേൽ ബാലനെ ദൈവം നൽകിയെങ്കിൽ നിന്റെ ജീവിതത്തിലെ എത്ര തള്ളിയ കാര്യങ്ങളാണെങ്കിലും ദൈവം നിനക്ക് മറുപടി തരാൻ സർവശക്തനാണ്. ഇപ്പോൾ എത്ര വർഷത്തെ കാര്യങ്ങൾ, എത്ര വർഷത്തെ നിന്റെ പ്രാർത്ഥനയാണെങ്കിലും ദൈവത്തിന് ഒരു സെക്കൻഡ് കൂടെ അതിന് ദൈവത്തിൽ തരുവാൻ സാധിക്കും. ദൈവം പ്രാർത്ഥിക്കുമ്പോഴാണ് മറുപടി തരുന്നത്. പ്രാർത്ഥനയും വിശ്വാസവും രണ്ടും കൂടെ ഒരുപോലെ കൊണ്ടുവെങ്കിലേ ദൈവം നിനക്ക് പ്രാർത്ഥനയുടെ ഒരു മറുപടി തരുവാൻ ദൈവം തരുള്ളൂ. ആ മറുപടി ഷോമേൽ ബാലനെ ഏലി പുരോഹിതൻ താൻ നേർന്നത് ഞാൻ ദേവാലയത്തിൽ കൊടുക്കാം എന്ന്
ദൈവത്തോട് പറഞ്ഞു. ഹന്ന പിറ്റേ വർഷം ശൗമേൽ ബാലനെ പള്ളിയിലെ പുരോഹിതനായ ഏലി പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഏലി പുരോഹിതന് മക്കളുണ്ട്. ശൗമേൽ ബാലനും ഒരു മകൻ. പള്ളിയിലെ പോലെയാണ് ഈ ശൗമേൽ ബാലനും കുഞ്ഞിലെ തൊട്ട് വളർന്ന് പക്ഷേ ഏലി പുരോഹിതന്റെ മക്കളെ പോലെ അല്ലായിരുന്നു ഈ ശൗമേൽ ബാലൻ. ഏലി പുരോഹിതന്റെ മക്കൾ യാഗത്തിന് വെക്കുന്ന വസ്തുക്കളെല്ലാം കട്ടെടുത്ത് തിന്നു. പക്ഷേ ശൗമേൽ ബാലൻ അങ്ങനെയല്ലായിരുന്നു. അവൻ ദൈവത്തോട് ഇടിവിൽ നിന്ന് തനിക്ക് ഏത് വിഷമമേറിയ ഘട്ടങ്ങളിലും ദൈവത്തോട് ഇടവിൽ നിന്ന് പ്രാർത്ഥനയുടെ മറുപടി വാങ്ങിച്ച ഒരു പൈതലാണ് ഈ ശൗമേൽ ബാലൻ. ഈ ശൗമേൽ ബാലനെ നമുക്കറിയാമല്ലോ. ശൗമേൽ ബാലനോടാണ് ദൈവം ഇടപെട്ടത്. രാത്രിയിൽ ഉറങ്ങുന്ന നേരത്ത് ശൗമേലേ ശൗമേലേ എന്ന് ദൈവം വിളിച്ച്. ആ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. അതുപോലെ തന്നെയാണ് ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. ശൗമേൽ ബാലനെ പോലെ പ്രാർത്ഥനയും വിശ്വാസവും കൂടെ ഒന്നിച്ചുകൊള്ളണം. ഹന്ന അങ്ങനെയായിരുന്നു. പ്രാർത്ഥനയും വിശ്വാസവും കൂടെ തന്നെ കളിയാക്കിയ പെരീനയുടെ മുമ്പിൽ ദൈവം മാനിച്ചെങ്കിൽ നിന്നെയും അങ്ങനെ മാനിപ്പാൻ ദൈവം സർവശക്തനാണ്. ഒരു പെരീന ഉണ്ടായിരുന്നോണ്ടാണ് ഒരു ഹന്ന ഉണ്ടായിരുന്നത്. തന്നെ പെരീന നിരന്തരം കളിയാക്കിയില്ലായിരുന്നെങ്കിൽ ഈ ശൗമേൽ ബാലൻ പറഞ്ഞൊരു ബാലൻ ഉണ്ടാകുകയില്ല. അങ്ങനെയാണ് പെരീന ഉണ്ടായിരുന്നോണ്ടാണ് ഒരു ഹന്ന ഉണ്ടായിരുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും പല പ്രയാസങ്ങളിലും ആരെങ്കിലും നിങ്ങൾക്കെതിരെ നിന്നെങ്കിൽ അതോർക്കണം ഒരു ദൈവപ്രവൃത്തിയുടെ ഒരു കാര്യമാണെന്ന് നിങ്ങൾ അത് ചിന്തിക്കണം. അങ്ങനെ തന്നെയാണ് നാം ബൈബിളിൽ പലതും കാണാം. വിശ്വാസവും പ്രാർത്ഥനയും കൂടെ കൊണ്ടു നടന്ന് വിജയിച്ച പലരെയും നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ വേണം നിങ്ങളുടെ ജീവിതത്തിലും വിശ്വാസവും പ്രാർത്ഥനയും ഒരുപോലെ കൊണ്ടുപോയാൽ അതിന് ദൈവപ്രവൃത്തി വലിയതാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെല്ലാവരും മാറട്ടെ. അടുത്തതായി നമുക്ക് ഒരു ഗാനം കേൾക്കാം. നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്. നാം എല്ലാവരും ഒന്നേ കൂടി മൂന്നാമതിനെ കൊണ്ടാടി പാടുന്ന ഗാനം ഞങ്ങൾ പാടും. ും
യേശുനാഥ എന്ന ഗാനം ഇപ്പോൾ ചേർന്ന് സ്തോത്രം. എൻ പ്രേമഗീതമാ എന്നേശുനാഥ നീ എൻ ദൈവമേ കാണൂ നീ വലിയവനാണെനിക്ക് ആരാധന 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 ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ ജീവനേ സ്വന്തമേ അങ്ങേ വാനിലാലും ഞാൻ എൻ ജീവനേ കാണും നീ വലിയവനാണെനിക്ക് ആരാധന ഇതൊരു നല്ല പ്രോഗ്രാമാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഇത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുവാൻ മറക്കരുതെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അടുത്തതായി എൻ്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുന്നു എന്ന പഴയ ക്രിസ്ത്യ ഗാനം സാധു കൊച്ചിൻ ഉപദേശിയുടെ തൻ്റെ ജീവിതത്തിലൂടെ ഈടിക്ക് അനുഭവത്തിൽ എഴുതിയ ആ ഗാനം ഇപ്പോൾ ക്രൈസ്തവ കളരി തന്റെ നെഞ്ചിലൂടെ ഏറ്റി നടക്കുന്ന എൻ്റെ ദൈവം മഹത്വം ആദരവാനായ എന്ന ഗാനം ഇപ്പോൾ പാടുന്നതാണ്. അതിനായി സിസ്റ്റർ കൊച്ചുമണി ക്ഷണിക്കുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുന്നു. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുന്നു. സാധു ഞാനീശോണി തന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ലെന്നെന്റെ ഉള്ളം
അടുത്ത ഒരു ഷോർട്ട് മെസ്സേജ് നമുക്ക് പൊതുവിൽ കേൾക്കാം. അതിനായി ജെറമ്യ ക്ഷണിക്കുന്നു. നമുക്ക് പലരിൽ കാണാം അബ്രഹാം. അബ്രഹാമിന് 100-ാം വയസ്സിൽ ഒരു തലമുറ ലഭിച്ചു, ഇസഹാക്ക്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീയും നിന്റെ മകനും മോറിയ മലയിൽ പോയി യാഗം അർപ്പിക്കാൻ പറഞ്ഞു. അബ്രഹാം അതേ അനുസരിച്ചു മോറിയ മലയിലേക്ക് പോയി. അന്നേരം മോൻ ഇസഹാക്ക് ചോദിച്ചു, അപ്പ, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, യാഗത്തിനുള്ള മൃഗം എവിടെ എന്ന് ചോദിച്ചു. അപ്പൻ പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളും എന്ന് പറഞ്ഞു. ഇന്ന് ആ വിശ്വാസത്തോടെ ബാല്യക്കാരിലൂടെ നടത്തി പോയി. മുറിമുള്ളിൽ ചെന്ന്, മോനെ, നീയാണ് ഈ യാഗവസ്തു എന്ന് പറഞ്ഞു. ഇസഹാക്ക് അതേ അനുസരിച്ച് ഇസഹാക്കിന്റെ കൈ കാലുകൾ ബന്ധിച്ച് കത്തിയുമ്പോൾ, അബ്രഹാമേ, ബാലിനുമേൽ കൈവെക്കരുത്. ഈ 2020 കാലഘട്ടത്തിൽ മക്കളെ യാഗം അർപ്പിക്കുന്ന അപ്പനാണ്. ഇത്ര മൃഗ ലോകം ചെയ്യുന്നതിനുള്ള നിത്യമായിട്ട് ഓർത്ത് ചെയ്യൂ. സ്തോത്രം. അടുത്തതായി നമുക്ക് പ്രാണപ്രിയ ചെങ്കിലെ ചോര തന്നെ വീടെടുത്തോടെ എന്ന ഗാനം നമുക്ക് കേൾക്കാം. പ്രാണപ്രിയ ചങ്കിലെ ചോരന്മേൽ വീടെടുത്തവനെ, വീടെടുപ്പുകാരാ. പ്രാണപ്രിയൻ തന്റെ ചങ്കിലെ ചോരയ എന്നെയും വീണ്ടെടുത്തു. കൃപയേ വർണ്ണിപ്പാൻ സാധ്യമേയുള്ളൂ. അടുത്തതായി ഈ നാളുകളിൽ ക്രിസ്തുവിൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവത്തിന്റെ ദാസൻ പാസ്റ്റർ അനീഷ് തോമസ്, അനീഷ് പാമ്പടി ഇപ്പോൾ മുഖ്യ ദൈവജന ശുശ്രൂഷയിലേക്ക് നമുക്ക് കടക്കാം. അതിനായി പാസ്റ്റർ അനീഷ് തോമസിനെ ക്ഷണിക്കുന്നു.
ദൈവത്തിനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സറക്സ് മീഡിയയിൽ കൂടി സ്വർഗദൈവത്തെ കുടുംബമായി ഉയർത്തുവാൻ കർത്താവ് അടിയുടെ കുടുംബ ജീവിതത്തിൽ തരുന്ന എല്ലാ നല്ല വിലയേറിയ അവസരങ്ങൾക്കായി നമ്മുടെ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. എൻ്റെ പേര് പാസ്റ്റർ അനീഷ് തോമസ്. ഞങ്ങളിന്ന് പരിചയപ്പെടുത്തുവാൻ, ദൈവജനം സംസാരിക്കും മുൻപ് പരിചയപ്പെടുത്തുവാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. ഇതെന്റെ സഹധർമ്മിണി കൊച്ചുമോൾ. ചെറുപ്രായം മുതൽ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിപ്പാൻ സ്വർഗം തന്റെ ജീവിതത്തിൽ അവസരത്തെ ഒരുക്കി. സ്കൂൾ ജീവിതം മുതൽ തന്നെ കർത്താവിനെ കണ്ടെത്തുവാനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിഷയം പ്രാപിപ്പാനും സ്വർഗദൈവം തന്റെ ജീവിതത്തിൽ അവസരത്തെ ഒരുക്കി. അതുകൂടാതെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ സ്പോർട്സ് പരമായി ദൈവം തനിക്ക് കഴിവുകളെ നൽകിയെന്ന് പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. കബഡിയിലും ഫുട്ബോളിലും അത്ലറ്റ് മേഖലയിലും തന്റെ പ്രാവീണ്യം തെളിയിക്കുവാൻ ദൈവം അവസരത്തെ ഒരുക്കി. കോട്ടയം ജില്ലാ ടീമിലും കേരള ടീമിലും ഫുട്ബോളിലും കബഡിയിലും ഒരുപോലെ കളിച്ച ഒരു വ്യക്തിയാണ് താൻ. അതുകൂടാതെ കബഡിയിൽ സബ് സോണിലും കളിക്കുവാൻ ദൈവം അവസരത്തെ ഒരുക്കി. ഈ രണ്ട് മേഖലയിലും ഇന്ത്യൻ ടീമിൽ വരുവാൻ സാധിച്ചില്ല എന്നത് ഒരു ഖേദകരമായ കാര്യമാണ്. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർണാടക പോലീസിൽ തനിക്ക് ജോലി വേക്കൻസി ലഭിച്ചതാണ്, എന്നാൽ പോയില്ല. വിവാഹത്തിന് മുൻപ് ജോലി ഉണ്ടായിരുന്നു, വിവാഹശേഷവും ജോലിക്കുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും വേണ്ട എന്ന് വെച്ച് കർത്താവിന്റെ വേല ചെയ്യുവാൻ ഇത്രത്തോളം സ്വർഗദൈവം അവസരങ്ങളെ ഒരുക്കി. ദൈവം അടികളിൽ കൂടി എടുക്കുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ കർത്താവ് ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളെ ദാനം നൽകി. മോന്റെ പേര് യോശുവ അനീഷ്. കോട്ടയം ജില്ലയിൽ വാഴൂർ പുളിക്കക്കവലി സെന്റ് പോൾസ് ഹൈസ്കൂളിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മാതാവിനെ പോലെ തന്നെ താനും ഫുട്ബോളിലും കബഡിയിലും സ്പോർട്സ് പരമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് അണ്ടർ 18 സബ് ജൂനിയർ തലത്തിൽ കോട്ടയം ജില്ലാ ടീം അംഗമാണ്. അതുപോലെ തന്നെ ഫുട്ബോളിലും ജില്ലാ ടീം അംഗമാണ് എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. ദൈവം തനിക്ക് നൽകുന്ന ടാലന്റുകൾ ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഇളയ മോൻ ജർമിയ അനീഷ് കോട്ടയം ജില്ലയിൽ വാർഡ് പുളിക്കക്കവല സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. താനും ഫുട്ബോളിലും കബഡിയിലും ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രാക്ടീസ് ഒക്കെ കുഞ്ഞുങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അടികളെ കുടുംബമായി ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ കർത്തൃനാമത്തിൽ ഓർമ്മിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ നമ്മോട് കൂടെ ഇരുന്ന് ഇത്രത്തോളം സഹായിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ മാപ്പിള പാട്ട് ഉൾപ്പെടെ അനേക പാട്ടുകൾ പ്രിയപ്പെട്ടവരിൽ കൂടി സ്വർഗദൈവം ഇന്ന് രാത്രി നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും മനോഹരമായ ഗാനങ്ങൾ നമുക്ക് ശ്രമിപ്പാൻ സ്വർഗദൈവം അവസരത്തെ ഒരുക്കട്ടെ എന്ന്
ദൈവത്തോട് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാൻ കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. എന്റെ പേര് പ്രാരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഫാസ്റ്റർ അനീഷ് പാമ്പാടി. ഈ കാലഘട്ടത്തിൽ അനേക ലൈവിൽ കൂടി കർത്താവിനെ ഉയർത്തുവാൻ സ്വർഗദൈവം എന്റെ ജീവിതത്തിൽ അവസരങ്ങളെ ഒരുക്കുന്നു. കർത്താവ് ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി ഞാൻ അങ്ങയുടെ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്, സ്തുതിക്കുകയാണ്. എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ഒരിക്കൽ കൂടി കർത്തൃനാമത്തിൽ ചോദിക്കുന്നു. ചെറുപ്രായത്തിൽ തന്നെ ഇതാണ് 18ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുവാൻ ഒരു ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട എന്റെ ജീവിതത്തിൽ കർത്താവ് അവസരത്തെ ഒരുക്കി. ദൈവദിനം തിരുവല്ല നവജീവിതത്തിൽ കടന്നുപോയി പഠിച്ചു. ഗ്രാജുവേഷൻ ചെയ്തതിന്റെ പിറ്റേ ദിവസം സ്നാനപ്പെട്ട് ചിറ്റാറിലുള്ള IPC സഭയിൽ കർത്താവിനെ ആരാധിപ്പാൻ 2001 മുതൽ എന്റെ ജീവിതത്തിൽ അവസരത്തെ ഒരുക്കി. 2001, 2002, 2003 കാലഘട്ടത്തിൽ ഇപ്പോൾ IPCയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്ന ഫാസ്റ്റർ ഷിബു നെടുവേലിയുടെ മാരാമണ്ണുള്ള ബൈബിൾ കോളേജിൽ കടന്നുപോയി ദൈവദിനം പഠിക്കുവാൻ ദൈവം എന്റെ ജീവിതത്തിൽ അവസരത്തെ ഒരുക്കി. 2004 കുമ്പനാട്ട് PG പൂർത്തീകരിപ്പാൻ സ്വർഗദൈവം ഒരുക്കുന്ന എല്ലാം നല്ല വിലയേറിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. 2004 കുമ്പനാട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ IPC പാമ്പാടി സെന്ററിൽ കർത്താവിന്റെ വേലയുടെ ബന്ധത്തിൽ കടന്നു വരുവാൻ അനേക ഇടങ്ങളിൽ കർത്താവിനെ വേല ചെയ്യുവാൻ ദൈവം അടിക്കടി ജീവിതത്തിൽ ഒരുക്കുന്ന എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് എല്ലാവരും വേറിയ പ്രാർത്ഥന ചോദിക്കുന്നു. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രതികൂലങ്ങൾ കടന്നു വരുന്ന സ്ഥാനത്ത് മാറ്റമില്ലാത്ത ദൈവത്തിന്റെ കൃപ ഓരോ നിമിഷവും നമ്മുടെ മേൽ ചുരിഞ്ഞ് നമ്മെ ഓരോ നിമിഷവും സഹായിപ്പാൻ സർവശക്തരാണ്. എന്റെ ജീവിത അനുഭവത്തിലുള്ള ബന്ധത്തിൽ ചില ദൈവിക ആലോചനകൾ അറിയിക്കുവാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുകയാണ്. ഈ 2020 പ്രാരംഭ സമയം മുതൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുന്ന ഒന്നാണ് കൊറോണ എന്ന മാരക വൈറസ്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ കൊറോണ എന്ന മാരക വൈറസ് നിമിത്തം ലക്ഷങ്ങൾ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചു. ഇന്നും വളരെ സങ്കടകരമായ കാര്യം, ഈ കൊച്ചു കേരളത്തിലും 301 പേര് കൊറോണ ബാധിച്ച് കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ അഡ്മിറ്റ് ആയിരിക്കുന്നു എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ദേഹത്തെ കൊല്ലുന്ന ഒരു കൊറോണയെ പേടിച്ച് മനുഷ്യൻ മുൻപോട്ട് പോകുമ്പോൾ ദേഹത്തെ മാത്രമല്ല അവന്റെ ദേഹിയെയും ആത്മാവിനെയും ഒരുപോലെ കൊല്ലുന്ന പാപമെന്ന വൈറസിനെ മനുഷ്യൻ പേടിക്കാതെ മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെ മാത്രമേ കൊറോണയ്ക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ നമ്മുടെ ശരീരത്തെ മാത്രമല്ല, നമ്മുടെ ആത്മാവിനെ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ
കൊറോണ എന്ന വൈറസിനെ പേടിച്ചാണ് മനുഷ്യൻ മുൻപോട്ട് പോകുന്നത്. എന്നാൽ ഈ രണ്ടിനെയും ഒരുപോലെ പേടിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നാം സൂക്ഷിച്ചാൽ കൊറോണ എന്ന മാരക വൈറസ് മനുഷ്യനെ ആ കാർന്ന് തിന്നത്തില്ല. എന്നാൽ പാപം എന്ന വൈറസ് മനുഷ്യനെ കാർന്ന് തിന്നും, എത്ര സൂക്ഷിച്ചാലും. എന്നാൽ ഈ രാത്രി ഒന്ന് പറയുവാനായി കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. അതിന് പ്രതിവിധി, അതിന് പരിഹാരം ഒന്ന് മാത്രം. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ ആര് ആഗ്രഹിക്കുന്നുവോ അവരുടെ ജീവിതത്തെ മാറ്റാൻ നമ്മുടെ കർത്താവിന് കഴിയും എന്ന് ഒരിക്കൽ പോലും നാം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം പേടിക്കേണ്ടത് പാപമെന്ന മഹാവൈറസിനെ പേടിച്ച് മനുഷ്യൻ മുൻപോട്ട് പോകേണ്ട കാലഘട്ടമാണ് ഇത് എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. ഈ രാത്രി അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി രണ്ട് വാക്യം വായിക്കുവാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ. നെഹമ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ. എന്നാൽ ഹോരന്യനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും അരാമ്യനായ ഗേശേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. സ്തോത്രം. നെഹമ്യാവിന്റെ പുസ്തകം നമുക്കറിയാം. 66 പുസ്തകങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ ബൃഹത് ഗ്രന്ഥത്തിലെ 16-ാമത്തെ പുസ്തകമാണ് നെഹമ്യാവിന്റെ പുസ്തകം. 13 അധ്യായങ്ങളും 406 വാക്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഈ പുസ്തകം BC 445-നും 433-നും ഇടയിലുള്ള 12 വർഷത്തെ ചരിത്രമാണ് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. രാജാവിന്റെ പാനപാത്രവാഹകനായ നെഹമ്യാവ് സ്വന്തം ദേശത്ത് നിന്ന് പ്രവാസിയായി കടന്നു പോകേണ്ടിയ ഒരു ദുരനുഭവം നെഹമ്യാവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഇന്നത്തെ പോലെ ഫോൺ സൗകര്യങ്ങളോ ആധുനിക സംവിധാനങ്ങളോ ഒന്നും ഇല്ലാത്ത ആ കാലഘട്ടത്തിൽ അവിടെ നിന്ന് ചില വ്യക്തികൾ വന്നപ്പോൾ വിവരങ്ങൾ തിരക്കി. എങ്ങനെയുണ്ട് നമ്മുടെ രാജ്യത്തൊക്കെ, എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ നെഹമ്യാവിന് ലഭിച്ച മറുപടി വളരെ വേദനാജനകമായ മറുപടിയാണ്. അവിടെ വിശദീകരിപ്പാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിവരം അറിഞ്ഞ നെഹമ്യാവ് വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപവസിച്ച് ദൈവത്തോട് ഏറ്റു പറയേണ്ടതെല്ലാം ഏറ്റു പറഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കുവാൻ നെഹമ്യാവ് തയ്യാറായി. നെഹമ്യാവിന്റെ സ്ഥാനത്ത് നമ്മളൊക്കെ ആണെങ്കിൽ എന്താ നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ ആ മനോഭാവം എന്താ? എല്ലാവരും അവറ്റകൾക്കൊക്കെ അങ്ങനെ വരണം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്തുവരെ ഇത്രയല്ല വന്നുള്ളൂ. ആ ഒരു മനോഭാവമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് വരുന്ന മനോഭാവം
മറിച്ച് പിശാചിന്റെ മനോഭാവം മാത്രമാ. നിന്റെ കൂട്ട സഹോദരൻ, നിന്റെ കൂട്ട സഹോദരി വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ ആ വേദന കണ്ട് പഴി പറയുവാനും ദുഷിപ്പാനും യോബിന്റെ അടുക്കലേക്ക് സ്നേഹിതർ വന്നതുപോലെ അപ്രകാരം പറഞ്ഞാൽ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ഇല്ലെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞതിന് താല്പര്യമില്ല. നെഹമ്യാവിന് ഇവിടെ ഒരു കുറവുമില്ല. രാജാവിന്റെ പാനപാത്രവാഹന രാജകൊട്ടാരത്തിൽ ആഹാരം കഴിച്ച് രാജാവ് നൽകുന്ന ശമ്പളം വാങ്ങിച്ച് സുഖമായിട്ട് കഴിഞ്ഞാൽ മതി. എന്നാൽ സ്വദേശത്തെ കുറിച്ചുള്ള ചിന്ത നെഹമ്യാവിന്റെ ഉള്ളിൽ തട്ടിയപ്പോൾ വളരെ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ ഒരു നെഹമ്യാവ് തയ്യാറായതുപോലെ ജീവിതത്തിൽ സ്വന്തം അവസ്ഥയെ ഓർത്ത് മാത്രമല്ല കരയേണ്ടത്, സ്വന്തം അവസ്ഥയെ ഓർത്ത് മാത്രമല്ല ഉപവസിക്കേണ്ടത്, സ്വന്തം അവസ്ഥയെ ഓർത്ത് മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് കൂട്ട സഹോദരങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ടോ? ദേശത്തിന് വേണ്ടി ജാഗരിക്കാനും പ്രാർത്ഥിക്കാനും സമയത്തെ മാറ്റി വെക്കുന്നുണ്ടോ? നിശ്ചയമായിട്ടും ഒരു ദൈവ പ്രവൃത്തി അവരുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടും. നമ്മുടെ ജീവിതത്തിന്മേൽ വെളിപ്പെടുത്താൻ ദൈവം മതിയായവരാ. ഇപ്രകാരമാണ് കാണുന്നത്. യോബിന്റെ ജീവിതത്തിൽ നേതാക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തന്റെ അവസ്ഥയ്ക്ക് ഭേദം വന്നു. സ്തോത്രം. ഇപ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ലോകത്തിന്റെ നോട്ടത്തിൽ വലിയ പ്രയോജനമൊന്നും കാണത്തില്ല എന്ന് കൃപ പ്രാപിച്ച ഒരാൾക്ക് പറയാൻ പറ്റും. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിനങ്ങളാണ് ഇത് എന്ന് ദൈവകൃപ പ്രാപിച്ച ദൈവവൈദ്യന് നിശ്ചയമായിട്ടും പറയുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വേഗത്തിൽ ഞാൻ മുൻപോട്ട് പോകുവാൻ കർത്തൃനാമത്തിൽ ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുന്ന കാര്യം ഇപ്രകാരം. വായിച്ച വാക്യത്തിലേക്ക് വേഗത്തിൽ കടന്നു വരട്ടെ. നെഹമ്യാവിനോട് രാജാവ് ചോദിക്കുക, ഒരു ദിവസം പള്ളാത്തൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു, എന്നെ പറ്റിയിടാവേ. എന്റെ ഭാഷയില കേട്ടോ, അങ്ങനൊന്നും ബൈബിളില്ല, എന്റേതായ ആ ശൈലി ഞാൻ പറയാം. എടാവേ, എന്നെ പറ്റി നിനക്ക് ഇതുവരെ നിന്റെ മുഖവും ഇങ്ങനെ വിഷമത്തോടെ കണ്ടിട്ടില്ലല്ലോ ഞാൻ. എടാ, നിനക്ക് കാര്യം പറ. നമ്മള് സ്നേഹമുള്ള ഒരാളുടെ മുഖം വാടിയിരിക്കുമ്പോ, നമ്മൾ നിരന്തരം കാണുന്നതാണെങ്കിൽ സ്നേഹമുള്ള ഒരാളുടെ മുഖം വാടിയിരിക്കുമ്പോ നിശ്ചയമായിട്ട് നമുക്കറിയാം സന്തോഷമുള്ള മുഖമാണോ അതോ വിഷമിക്കുന്ന മുഖമാണോ. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും. ചിലപ്പോ നമ്മൾ ചോദിച്ചില്ലെന്നേ ഉള്ളൂ, മനസ്സിലാകാഞ്ഞിട്ടല്ല, ചോദിച്ചില്ലെന്ന് മാത്രം. ഞാൻ പറഞ്ഞതിന് താല്പര്യം ഇതാ, ഒറ്റ നോട്ടത്തിൽ തന്നെ രാജാവിന്റെ കാര്യം മനസ്സിലായി. എന്തോ വിഷമത്തില. വളരെ പ്രാർത്ഥനയോടുകൂടി രാജാവിനോട് വിവരം അറിയിച്ച്, രാജാവേ, ദേശത്തിന്റെ അവസ്ഥയൊക്കെ ഇങ്ങനെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ വളരെ പരിതാപകരമാണ്. എടാവേ, അത്രേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ അനുവാദം തരുന്നു. നീ പോയി പണിയൊക്കെ ചെയ്ത് ശീഘ്രം ഇങ്ങ് മടങ്ങി വരണം. നീ എത്രമാത്രം ചെയ്താൽ മതി, അതൊന്നും നീ വിഷമിക്കേണ്ട ആവശ്യമില്ല.
ജീവിത സാഹചര്യത്തിൽ രാജാവിന്റെ ഉത്തരവ് വാങ്ങിച്ച് മുൻപോട്ട് പോകുന്ന ചില പ്രിയമുള്ളവരെ കൂട്ടി സ്വദേശത്തേക്ക് മതിൽ പണിയുവാനായി കടന്നു വരുന്ന ഒരു നെഹമ്യാവ്. രാജാവിന് അനുവാദമുണ്ടെങ്കിലും അത് സമ്മതിക്കാത്ത പ്രാദേശിക വ്യക്തികൾ, നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ആ പ്രദേശത്തെ ദേശാധിപതി ശക്തികൾ അല്ലെങ്കിൽ നെഹമ്യാവിനെ തടയുക. ഓരോരുത്തർക്കും ഓരോന്നാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദാനിയേലിന്റെ പ്രാർത്ഥനയെ 20 ദിവസം തടഞ്ഞു വെക്കാൻ പാഴ്സി പ്രഭുവിന് കഴിഞ്ഞു. എന്നാൽ 21ാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്തു? മീഖായേലിനെ മറുപടിയുമായി ദൈവം അയക്കുന്നു. നിന്റെ ചില പ്രാർത്ഥനയെ തടഞ്ഞു വെച്ചിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. സ്വർഗീയ ദൈവത്തിന്റെ അനുവാദം ലഭിച്ച ചില വിഷയങ്ങളുണ്ട്. എന്നാൽ ദേശത്തിന്റെ ശക്തികൾ, കുടുംബത്തിലെ ശക്തികൾ നിന്റെ വിഷയത്തെ തടഞ്ഞു വെച്ചേക്കുന്ന സ്ഥിര മേഖലയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു രാത്രിയാണ് ഈ രാത്രി എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയെ ഓർപ്പിക്കുക. ഒരുപക്ഷെ നീ ചിന്തിക്കും, അതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നീ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാ. എന്നാൽ ഈ രാത്രി പറയുവാൻ കഴിയണം, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആ സുദിനമോ, സ്തോത്രം, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മഹൽ ദിനമാണ് ഈ രാത്രി എന്ന് നിശ്ചയമായിട്ട് പറയുവാൻ കഴിയണം. രാജാവിന്റെ അനുവാദം ഉണ്ടെങ്കിലും പണിയെ എതിർക്കുന്ന, ആ ദേശത്തെ ഭരിക്കുന്ന വ്യക്തികൾ, സ്വർഗീയ രാജാവ് നിന്നോട് പറഞ്ഞ് നീ ചില കാര്യങ്ങൾ ചെയ്താലും എതിർക്കുന്ന വ്യക്തികൾ ദേശത്ത് കാണും, നിന്റെ കുടുംബത്തെ കാണും, നീ ശുശ്രൂഷിക്കുന്ന സഭയിൽ കാണും. എന്നാൽ ഒന്നും വളരെ വ്യക്തം, ദൈവം തമ്പുരാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണെങ്കിൽ അത് അങ്ങനെ ചെയ്തെടുപ്പിക്കാൻ എന്റെ ദൈവം മതിയായവനാണ് എന്ന് ഒരിക്കലും മറന്നു പോകല്ല. ഇവിടെ നാം കാണുന്നു, ഇവര് കടന്നു വന്നപ്പോൾ ഇവർക്ക് ആദ്യം കിട്ടുന്ന സ്വീകരണം, ഇവരെന്ത് ചെയ്തു? ആ വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ പരിഹസിച്ചു, നിന്ദിച്ചു. പിശാചിന്റെ ഏറ്റവും വലിയൊരു പണിയാ നിന്നെയും പരിഹാസവും. ജീവിതത്തിൽ നിന്ദകൾ കടന്നു വരുമ്പോൾ, ജീവിതത്തിൽ പരിഹാസങ്ങൾ കടന്നു വരുമ്പോൾ, കൃപ പ്രാപിച്ച ഒരു വ്യക്തിക്ക് പറയുവാൻ കഴിയണം, എന്റെ ദൈവം എന്നോടൊപ്പം ഉണ്ട് എന്ന് നിശ്ചയമായിട്ടും പറയുവാൻ സാധിക്കണം. ഇന്നേക്ക് 2 വർഷത്തിന് മുൻപ്, ഇന്നിപ്പം 8-ാം തീയതിയാണ്. കറക്റ്റ് പറഞ്ഞാൽ 2018 ഇന്ന് ജൂലൈ മാസം 8-ാം തീയതി, 2018 ജൂലൈ മാസം 8-ാം തീയതി, കറക്റ്റ് 2 വർഷം ഇന്ന് പൂർത്തിയായി. എന്റെ സഹധർമ്മിണിക്ക് ചിക്കൻ ബോക്സ് വന്ന ദിനമാണ്. അടുത്തൊന്ന് കിട്ടിയതാണ്. ഞങ്ങള് ഇന്നിപ്പം ശുശ്രൂഷിക്കുന്ന സഭയിലല്ല, അന്ന് ശുശ്രൂഷിക്കുന്നത് മറ്റൊരു ചർച്ചില, IPC പാമ്പാടി സെന്ററിൽ കോത്തല സിയോൻ സഭയിലാണ് ശുശ്രൂഷിക്കുന്നത്.
ആദ്യം വൈഫിന് ചിക്കൻ ബോക്സ് വന്നു. അതിന്റെ തൊട്ട് പുറകെ അപ്പോൾ വൈഫിന് വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി ഓരോരുത്തർക്കായി വരും. കുഞ്ഞുങ്ങളെ അന്ന് തൊട്ട് സ്കൂളിൽ വിടാതെ ഇരിക്കാൻ തുടങ്ങി. മൂത്ത മോൻ അന്ന് 5ാം ക്ലാസ്സിലും ഇളയ മോൻ 2ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൂത്ത മോനും അസുഖം വന്നു. പല നിന്ദകൾ, പല അപമാനങ്ങൾ, പല വ്യക്തികൾ പറഞ്ഞു. എന്നാൽ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയ ഒത്തിരി വ്യക്തികൾ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വന്നപ്പോൾ പലരും കാണാൻ വന്നു. അവർക്ക് കിട്ടിയ പൈസ അവര് സ്വരൂപിച്ചു വെച്ചു. ആ സമയത്താണ് കേരളത്തിൽ പ്രളയമുണ്ടായത്. ജൂലൈ മാസം അവസാനം പത്രത്തിൽ കൂടി ഒരു വാർത്ത വന്നു, മനോരമയിൽ കൂടി ഒരു വാർത്ത വന്നു. നല്ല പാഠം. പ്രവർത്തകർക്ക് സ്കൂളുകളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്കൂളുകൾക്ക് കുട്ടനാട്ടിലേക്ക് നോട്ട്ബുക്ക് കൊടുക്കാം. അങ്ങനെ സ്വരൂപിച്ച് കുഞ്ഞുങ്ങൾ വെച്ചിരുന്ന പൈസ വിവരം പറഞ്ഞു. അന്ന് ഞാൻ ഇളയ മോന്റെ വഴു സെന്റ് പീറ്റേഴ്സ് LP സ്കൂളിലെ PTA വൈസ് പ്രസിഡന്റാണ്. ഇപ്പൊ ഞാൻ ആ സ്കൂളിലെ PTA പ്രസിഡന്റാണ്. അന്ന് എന്നോട് HM വിളിച്ചു പറഞ്ഞു, ഫാസ്റ്ററെ ഇങ്ങനൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ ടീച്ചറെ നല്ല കാര്യമാണല്ലോ, നമുക്ക് കുറച്ച് ബുക്കെങ്കിലും കൊടുത്തു വിടാൻ പറ്റുമല്ലോ എന്ന് എന്റെ അഭിപ്രായം പറഞ്ഞു. ഫോണിൽ കൂടെ ഞാൻ വിവരം പറഞ്ഞ കാര്യം ആ വൈഫിന് വന്നങ്ങോട്ട് മാറിയതേ ഉള്ളൂ. മൂത്ത മോനെ അസുഖമായി കിടക്കുന്നു, കുഞ്ഞുങ്ങൾക്ക് അസുഖമായി കിടക്കുന്നു. ഈ വിവരം കേട്ട കുഞ്ഞുങ്ങൾ ചെയ്തൊരു കാര്യം, അവർക്ക് ലഭിച്ച പൈസ എന്റെ കാര്യത്തിൽ എടുത്തു തന്നു. പപ്പാ ഒരു കാര്യം ചെയ്യും, ടീച്ചർ വിളിച്ച് വിവരം പറഞ്ഞതല്ലേ കുട്ടനാട്ടിലേക്ക് ബുക്കിന്റെ കാര്യം, പപ്പ ഈ പൈസ കൊണ്ട് നോട്ട്ബുക്ക് വാങ്ങിച്ചു കൊടുക്ക എന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ 650 രൂപ എടുത്ത് എന്റെ കയ്യിൽ തന്നു. 650 ആണോ 750 ആണോ ഞാൻ ഇങ്ങോട്ട് കറക്റ്റ് ഓർക്കുന്നില്ല. 650-750 രൂപ കണ്ട. ഞാൻ ഒരു കെട്ട് പാവാടിച്ചത് ബുക്കെല്ലാം വാങ്ങിച്ചു. അവരെന്നോട് ചോദിച്ചു, എന്തിനാ പാസ ഇപ്പൊ ഈ ബുക്ക്? കാര്യം അവിടെ തന്നെയാണ് ഞാൻ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറന്നപ്പോൾ ബുക്ക് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കാര്യമുണ്ട്, എന്തൊരു നല്ല കാര്യമാണെന്ന് പറഞ്ഞ് അവർ ഏറ്റവും വിലർച്ചയ്ക്ക് ബുക്കുകൾ തന്നു. ഇതെല്ലാം കൂടെ ഞാൻ സ്കൂളിൽ ഒരു കെട്ട് ബുക്ക് കൊണ്ടായിരുന്നു. എന്നോട് ടീച്ചർ പറഞ്ഞു, പാസ്റ്ററെ ഒരു കുട്ടി ഒരു ബുക്കോ 2 ബുക്കോ കൊണ്ടുവരാനാ പറഞ്ഞേ, ഒരു കെട്ട് കൊണ്ടുവരാനൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ ടീച്ചർ ഇതാ കാര്യം. മിനി ടീച്ചർ എന്നോട് പറഞ്ഞു, ആ മിനി ടീച്ചർ ആണ് അവിടുത്തെ HM. ടീച്ചർ വിളിച്ച് അന്നത്തെ PTA പ്രസിഡന്റ് സുരേഷ് ചേട്ടനോട് വിളിച്ചു പറഞ്ഞു, ഇതോടെ നമ്മുടെ പാസ്റ്റർ കുഞ്ഞുങ്ങൾക്ക് മേലാതെ കിടക്കുകയാണല്ലോ, ഒരു കെട്ട് ബുക്ക് പിള്ളേർക്ക് കിട്ടിയ പൈസയും കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നേക്കുന്നു. അദ്ദേഹം നേരെ പിറ്റേ ദിവസത്തെ
മനോരമ പത്രത്തിൽ ഈ വാർത്തയുണ്ട്. ഇങ്ങനായിരുന്നു സൈക്കിളിൽ വെച്ചിരുന്ന പൈസ, കുടുക്ക പൊട്ടിച്ച് സൈക്കിളിൽ വെച്ചിരുന്ന പൈസ ഇന്ന വ്യക്തികൾ ബുക്ക് വാങ്ങിക്കുവാൻ നൽകിയെന്ന് പറഞ്ഞ് 2018 ആഗസ്റ്റ് മാസം 1-ാം തീയതി പത്രത്തിൽ വാർത്ത വന്നു. ഒരുപക്ഷെ ഈ ലൈവിൽ എന്നെ ശ്രമിക്കുന്ന പല പ്രിയപ്പെട്ടവരും ആ വാർത്ത നിങ്ങൾ കണ്ടതാ. കൃപയാൽ ചുരുക്കമായി പറയട്ടെ, അതിനുശേഷം ഈ വാർത്ത സ്പ്രെഡായി. ഡിസംബർ മാസം ആയപ്പോഴേക്കും ഞാൻ പഠിച്ച മാരാമൺ ബൈബിൾ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കുഞ്ഞുങ്ങൾക്ക് 2 സൈക്കിൾ വാങ്ങിച്ചു തന്നു. ലഭിച്ചതിന്റെ അന്നും പത്രത്തിൽ വാർത്തയും ഫോട്ടോയും വന്നു. അത് ലഭിച്ചതിന്റെ പിറ്റേ ദിവസവും വാർത്തയും ഫോട്ടോയും വന്നു. ഒരുപക്ഷെ നിങ്ങളെല്ലാം അതെല്ലാം കണ്ടിട്ടുണ്ട്. അത് ദൈവത്തിന്റെ കൃപയാൽ അത് എന്റെ കുഞ്ഞുങ്ങളാണത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ, രോഗങ്ങൾ കടന്നു വന്നപ്പോൾ, ചിക്കൻ ബോക്സ് എന്ന രോഗം കടന്നു വന്നപ്പോൾ ഒരു വീട്ടിലേക്ക് പോലും പോകാൻ പറ്റാതെ, അല്ലെങ്കിൽ ആർക്കും ഞങ്ങളുടെ അടുത്തേക്ക് പോലും വരാൻ പറ്റാതെ ഒറ്റപ്പെടലും നിന്ദകളും പരിഹാസങ്ങളും അപമാനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ചേർത്ത് നിർത്തി ഒത്തിരി പേരുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ വിസ്മരിക്കുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ, നിങ്ങളുടെ ജീവിതത്തിൽ നിന്നകൾ കടന്നു വരുമ്പോൾ മുഖത്ത് നോക്കി പരിഹാസ വാക്കുകൾ പറയുമ്പോൾ കൃപ പ്രാവശ്യം നിങ്ങൾക്ക് പറയുവാൻ കഴിയണം, എന്റെ ദൈവം എന്നോടൊപ്പമുണ്ട്. ഈ നിന്ദകളുടെ മധ്യത്തിൽ, ഈ പരിഹാസത്തിന്റെ മധ്യത്തിൽ ദൈവം നമുക്കായി ഒരു അടയാളം എന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് പറയുവാൻ സാധിക്കണം. ഈ രോഗങ്ങൾ വന്നു കടന്നപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യം, ദൈവം ഇത് ദോഷത്തിനായിട്ടല്ല ചെയ്യുന്നത്. ദൈവം ഇത് നന്മയ്ക്കാക്കി ദൈവം തീർക്കുമെന്നുള്ള ഉത്തമ വിശ്വാസം, ഉത്തമ ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിന് മേലെ ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് ഞാൻ വെറും ഒരു കെട്ടുകഥയല്ല ഞാൻ പറയുന്നത്, ജീവിതത്തിൽ അനുഭവിച്ച കാര്യമാ. കുഞ്ഞുങ്ങൾക്ക് സന്ധ്യക്ക് അല്ലെങ്കിൽ സൈക്കിൾ ആ കിട്ടിയതിന്റെ അന്ന് ഡിസംബർ മാസം 4-ാം തീയതിയാണ് 2018 ഡിസംബർ 4-ാം തീയതിയാണ് സൈക്കിൾ കിട്ടിയത്. ആ കിട്ടിയതിന്റെ അന്ന് വൈകിട്ട് ഞങ്ങളുടെ സെന്ററിലെ ഇപ്പോഴത്തെ സെൻട്രൽ സെക്രട്ടറി ഫാസ്റ്റർ കെ വർഗീസ് എന്നെ വിളിച്ചു പറഞ്ഞ, അനീഷ് കാര്യം ചെയ്യ്, ഇപ്പോഴത്തെ ഞങ്ങളുടെ സെന്ററിലെ ജോയിന്റ് സെക്രട്ടറി PV വർഗീസ് സാർ പുത്തൻപുറത്തുള്ള, അദ്ദേഹത്തിന് വീട്ടിൽ വരെ ചെല്ല്, ഒരാവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു, ഫാസ്റ്ററെ എനിക്ക് മേലായി, കാര്യം ഇന്ന് ഒത്തിരി ഓടി, അതുകൊണ്ട് മേലായി എന്ന് പറഞ്ഞു. അനീഷേ, ഇന്ന് ചെയ്യേണ്ട കാര്യം നീ ഇന്ന് ചെയ്യണം, പോയ പറ്റത്തുള്ളൂ നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എന്നാ ശരി പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ പോയി. അവിടെ ചെന്നു, കാര്യങ്ങളെല്ലാം സംസാരിച്ചു. എന്നോട് ഒരു കാര്യം പറഞ്ഞു, അനീഷേ ഞാന് ഒരു 5 സെന്റ് സ്ഥലം ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഒരു 5 സെന്റ് സ്ഥലം കൂടെ ഞാൻ അളന്ന് മാറ്റിയിട്ടേക്കുക, അനീഷിന് താല്പര്യമെങ്കിൽ തന്നേക്കാം പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ദൈവത്തിന്റെ കൃപയാൽ 2004 വന്നു. എനിക്ക് 2018 ആയപ്പോഴേക്കും പാമ്പാടിയിൽ 5 സെന്റ് സ്ഥലം തമ്പുരാൻ ഒരുക്കി. ഞാൻ ചോദിച്ചോട്ടെ, കൊടുത്തത് 1000 രൂപ തികച്ചു കൊടുക്കുവാൻ ഇല്ലായിരുന്നു. എന്റെ മൂത്ത മോൻ സ്കൂളിൽ വെച്ച് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞങ്ങള് സമ്പാദിച്ചു വെച്ച് കുറച്ച് പൈസ പപ്പ ഇട്ട് ഞങ്ങൾക്ക് സൈക്കിൾ വാങ്ങിച്ചു തന്നാലും ഒരു സൈക്കിളെ വാങ്ങിച്ചു തരാൻ പപ്പാടെ കയ്യിൽ പണം കാണത്തുള്ളൂ എന്നാൽ ദൈവം ഒരുക്കിയപ്പോൾ 2 സൈക്കിൾ ഞങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി. അത് കൂടാതെ പാമ്പാടിയിൽ നിന്ന് 2 കിലോമീറ്റർ പോയാൽ എത്താവുന്ന ദൂരത്തിൽ 5 സെന്റ് സ്ഥലവും ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയെങ്കിൽ നിങ്ങളുടെ അപമാനത്തിന്റെയും ആക്ഷേപത്തിന്റെയും മധ്യത്തിൽ ദൈവത്തെ മുറുകെ പിടിക്കാൻ നീ തയ്യാറാകുമെങ്കിൽ നിന്നെ മാനിപ്പാൻ
എന്റെ ദൈവം സർവശക്തനാ. ഞാനിത് കെട്ടുകഥയല്ല പറയുന്നത്, എന്റെ സ്വന്തം ജീവിത അനുഭവമാ പറയുന്നത്. പത്രത്തിൽ, മനോരമ പത്രത്തിൽ വന്ന കാര്യങ്ങൾ ഇത് മൊത്തം. സ്ഥലം തന്ന കാര്യമൊന്നും പത്രത്തിൽ വന്നില്ലെന്നേ ഉള്ളൂ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം വന്നതാ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം ഇതാ, മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇങ്ങനെ ദാവീദ് പറയുന്നത്, ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു, നീതിമാന്റെ സന്തതി ആഹാരം ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജീവിതത്തിൽ താൻ കാണാത്ത കാര്യം ഒന്ന് മാത്രം, നീതിമാന്റെ സന്തതി ആഹാരം ഇരിക്കുന്നത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നീതിമാന്റെ സന്തതിയാണോ നീ? നിന്റെ ജീവിതത്തിൽ നീതി പ്രവൃത്തികളുണ്ടോ? മാനിക്കാൻ ദൈവം സർവശക്തനാ. ലോകപ്രകാരമുള്ള ഒത്തിരി ക്വാളിഫിക്കേഷനിലേക്ക് കാണത്തില്ല, ഒത്തിരി പരാധീനതകൾ കാണും, പരിഭവങ്ങൾ ഒത്തിരി കാണും. എന്നാൽ ഉയർത്താൻ ദൈവത്തിന് കഴിയും. ഇനിയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ഒരു വീട് വേണം, ദൈവം തക്ക സമയത്ത് തരും. കർത്താവിന്റെ മുൻമുഖത്തേക്ക് നോക്കി ആരും ലജ്ജിതരായി പോകാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഞാൻ മുൻപോട്ട് പോകട്ടെ. ഇപ്രകാരമാ, അല്ലെങ്കിൽ എന്റെ മറ്റൊരു അനുഭവം കൂടെ വേഗത്തിൽ നിന്ന് പറഞ്ഞ് നിർത്തട്ടെ. ഇപ്പോൾ ഞാൻ മൈക്കെല്ലാം മാറ്റിവെച്ചിട്ട് പ്രസംഗിക്കുന്നത്. എനിക്ക് ഒരു വാക്ക് ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴും ഒരു വാക്ക് പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകത്തില്ല, പാടാൻ പറ്റത്തില്ല, പാടിയാൽ ആർക്കും മനസ്സിലാകത്തില്ല, പ്രസംഗിച്ചാൽ ആർക്കും മനസ്സിലാകത്തില്ല, പ്രാർത്ഥിച്ചാൽ പോലും ആർക്കും മനസ്സിലാകാത്ത ഒരു അനീഷ് ഉണ്ടായിരുന്നു 2003 വരെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇനി എന്തിനാ ഞാൻ വർഷം അനുസരിച്ച് ബൈബിൾ കോളേജിൽ പഠിച്ചത്, കാലഘട്ടം വരെ പറഞ്ഞത് നിങ്ങൾക്ക് തിരക്കാം. ഇപ്പോഴത്തെ സ്റ്റേറ്റ് സെക്രട്ടറി, IPCയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പാസ്റ്റർ ഷിബു നെടുവേലിയോട് ചോദിക്കാം, അദ്ദേഹത്തിന്റെ കുടുംബത്തോടോ മക്കളോടോ ചോദിക്കാം, നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാം. എന്നെ കൂടെ പഠിച്ച 100-ലധികം ദേവദാസന്മാരുണ്ട്, അവരോട് നിങ്ങൾക്ക് തിരക്കാം. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ 2003 ഒക്ടോബർ മാസത്തിൽ എന്റെ ശബ്ദത്തെ ദൈവം തമ്പുരാൻ മാറ്റി തന്നു. ഒത്തിരി നിന്ന ഞാൻ അനുഭവിച്ചു. നിന്നെ എന്തിനു കൊള്ളാവണമെന്ന് ചോദിച്ച് എന്നെ അനേക സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തി ലോകം. ശബ്ദമില്ലാത്തവരെ ആർക്ക് വേണം? എന്നാൽ ഒന്ന് പറയാൻ പറ്റും, മാറ്റി നിർത്തിയവരുടെ മുൻപാകെ മാനിച്ചുയർത്താൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ന് വേണ്ട, എനിക്ക് മൈക്കിന്റെ ആവശ്യമില്ല പ്രസംഗിക്കാൻ, കാരണം അതുപോലെ ദൈവം ശബ്ദം തന്നു. ഇന്നൊരു 100 വാട്ട്സിന്റെ മൈക്കിന്റെ ശബ്ദമാ ദൈവം എനിക്ക് തന്നത്. കാരണം ഇത് തുറന്നത് തമ്പുരാനാണ്, ദൈവമാ തുറന്നത്. ചിലരെങ്കിലും ചോദിക്കും, പാസ്റ്ററെ എന്തിനാ ഇത്രയും ശബ്ദത്തിൽ പ്രസംഗിക്കുന്നത്? ഇത്ര ശബ്ദത്തിൽ എന്തിനാ ദൈവത്തെ ആരാധിക്കുന്നത്? ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഒരിക്കലും എനിക്ക് ശബ്ദമില്ലായിരുന്നു. ശബ്ദമില്ലായിരുന്ന എന്നെ ശബ്ദം നൽകി ദൈവം മാനിച്ചെങ്കിൽ എനിക്ക് എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? ദാവീദ് പറഞ്ഞതുപോലെ ഞാനും പറയും. ദാവീദ് എന്താ മീകളോട് പറഞ്ഞേ? നിന്റെ അപ്പനെ മാറ്റി ആ സ്ഥാനത്ത് എന്നെ, ആടിനെ മേച്ചുകൊണ്ട് കിടന്ന കാട്ടിൽ ആടിനെ മേച്ചുകൊണ്ട് കിടന്ന എന്നെ, നിന്റെ അപ്പനെ മാറ്റി ആ സ്ഥാനത്ത് എന്റെ ദൈവം എന്നെ കൊണ്ടുവന്നെങ്കിൽ ഈ ദൈവത്തെ എങ്ങനെ എനിക്ക് പെട്ടകത്തിന് മുൻപിൽ നിന്ന് ആരാധിക്കാതിരിക്കാൻ പറ്റും? ദൈവത്തെ
ആരാധിക്കേണ്ടതുപോലെ ദൈവത്തെ ആരാധിപ്പാൻ നീ തയ്യാറാണെങ്കിൽ, മാനിക്കേണ്ടതുപോലെ മാനിപ്പാൻ ഈ ദൈവം ശക്തനാ. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നാം കൊടുക്കുമ്പോൾ ദൈവം നമുക്ക് തരേണ്ടത് നമ്മെ മാനിപ്പാൻ ഈ ദൈവം ശക്തനാ. ഞാൻ വേഗത്തിൽ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇവിടെ താൻ പറയുകയാണ്, ഇതെല്ലാം നിന്ദകളും പരിഹാസങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നെഹമ്യാവ് പറയുന്ന ഒരു കാര്യം, നെഹമ്യാവിനെ ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോടാണ് മത്സരിക്കാൻ പോകുന്നത്. ഇതൊക്കെ ചോദിക്കുമ്പോൾ നെഹമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. ആമേൻ. നിനക്ക് നേരെ നിന്ദകളും ആക്ഷേപങ്ങളും ഉയരുമ്പോൾ ചോദിച്ചിന്റെ പോലെ നിന്നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ നിന്നെ ഇന്നുവരെ സ്നേഹിച്ചിട്ടുള്ള, നീ ചേർത്ത് നിർത്തിയിട്ടുള്ള വ്യക്തികൾ നിനക്ക് നേരെ ചോദ്യ ശരകമായി എഴുന്നേൽക്കുമ്പോൾ കൃപ പ്രാപിച്ച നിനക്ക് പറയുവാൻ കഴിയണം, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ശരി, എന്റെ കാര്യം സാധിപ്പിച്ച് തരുന്ന ഒരു നല്ല ദൈവം എനിക്കായി ഉണ്ട്. സ്തോത്രം. ജീവിത സാഹചര്യത്തിൽ ആരെല്ലാം നിന്നെ മറന്നാലും, ആരെല്ലാം നിന്നെ വെറുത്താലും, വെറുക്കാത്ത ഒരു നല്ല കർത്താവ് ഇന്ന് നമുക്കായി ഉണ്ട്. നമ്മുടെ കാര്യം സാധിപ്പിച്ചു തരുന്ന ഒരു നല്ല സ്വർഗം. ഹൃദയത്തിലെ നല്ല ആഗ്രഹമാണോ? അതിനെ സാധിപ്പിക്കാൻ ആർക്ക് പറ്റും? ലോകത്തിൽ ആർക്കും പറ്റത്തില്ല. എന്നെ കേൾക്കുന്ന പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ നല്ലൊരു ആഗ്രഹത്തോടാണോ ഈ ദൈവം എന്നെ കേൾക്കുന്നത്? അതിനെ സാധിപ്പിച്ചു തരാൻ ദൈവശക്തന. യുദ്ധത്തിനായി ദാവീദ് രാജാവ് കടന്നു പോകുമ്പോൾ ജനം പറയുക, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം യഹോവ സാധിപ്പിക്കട്ടെ. ഇതുപോലെ തന്നെ ദാവീദിന് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, യുദ്ധത്തിൽ ജയിക്കണം. യുദ്ധം ചെയ്ത് മടങ്ങി വന്നപ്പോൾ ജനം ഒരുപോലെ പറയുകയാണ്. 21-ാമത്തെ അധ്യായത്തിൽ 21-ാം സങ്കീർത്തനത്തിൽ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകട്ടെ എന്ന് പറഞ്ഞ് ആശംസ അറിയിച്ച് പറഞ്ഞു വിടുന്ന ജനം അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിപ്പിച്ചത് പറയത്തക്ക നിലയിൽ ഒരു ദൈവ പ്രവൃത്തി ദാവീദിന്റെ ജീവിതത്തിലെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിച്ചു തരും, എന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുമെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ആ കർത്താവിന്റെ പൊന്മുഖത്തേക്ക് നോക്കുന്ന പ്രിയ ദൈവ വൈദ്യര്, നിന്റെ കാര്യത്തെ സാധിപ്പിച്ചു തരാൻ ദൈവം മതിയായവനാ. ഇനിയിപ്പോ അഡ്മിഷൻ ടൈമുകളാ, +2 റിസൾട്ട് വരുന്നു, അഡ്മിഷൻ ടൈമുകളാ. നിങ്ങളുടെ കൈവശം ഒന്നും കാണത്തില്ല. കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ എടുക്കാൻ ഇന്ന് പല മേഖലയിൽ ലക്ഷങ്ങൾ വേണം. പ്രതീക്ഷിക്കുന്ന മാർക്ക് ഒരു പക്ഷേ കണ്ടെന്ന് വരത്തില്ല. എൻട്രൻസിന് ഒരു പക്ഷേ പ്രതീക്ഷിക്കുന്ന റാങ്ക് ലഭിച്ചെന്ന് വരത്തില്ല. എങ്ങനെയായിത്തീരും എന്റെ കുഞ്ഞിന്റെ ഭാവി, എന്റെ മോന്റെ ഭാവി എങ്ങനെ ആകും, എന്റെ മോടെ ഭാവി എങ്ങനെയാകുമെന്ന് ഓർത്ത്, എവിടെ ഒരു അഡ്മിഷൻ ലഭിക്കുന്നൊക്കെ ഓർത്ത് പല നിലയിലുള്ള ചിന്തകളാലും പല നിലയിലുള്ള നിരൂപണങ്ങളാലും മുൻപോട്ട് പോകുന്ന പ്രിയ ദൈവ വൈദ്യര്, നിന്റെ കാര്യത്തെ സാധിപ്പിച്ചു തരുന്ന ഒരു നല്ല ദൈവം നിനക്കായി ഉണ്ട്. നാളെ ഓർത്ത് നീ കലങ്ങേണ്ട. ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട. നാളെ എന്തായിത്തീരും, നാളെ എങ്ങനെയായി തീരുമെന്ന് ഓർത്ത് നീ വിഷമിക്കേണ്ട ആവശ്യം ഇല്ല. അതിനെ സാധിപ്പിച്ചു തരാൻ ദൈവത്തിന് സാധിക്കുമെന്ന് ഒരിക്കൽ പോലും മറന്നു പോകല്ല.
സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അപ്പോൾ ദൈവം കാര്യം സാധിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണി ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും. ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഒന്റെ ഹൃദയാവിനോട് ചേർന്ന് പറയാൻ പറ്റുമോ? എന്റെ ദൈവം എന്റെ കാര്യം സാധിപ്പിച്ചു തരും. അതുകൊണ്ട് ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യും. വേറെ കാര്യമുണ്ട് കേട്ടോ. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും. ചിലരുണ്ട് കൈയും കെട്ടി അങ്ങ് ഇരിക്കും, ദൈവം മൊത്തം അങ്ങ് ചെയ്തോണം. ഒരിക്കലുമില്ല. നോ, അങ്ങനെ ഒരു കാര്യം ദൈവത്തിനില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, സ്തോത്രം, ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്യാൻ തയ്യാറാ. ദൈവം ചെയ്യും. അടുത്ത് പറയുക, ആകെ ഞങ്ങൾ അവന്റെ ദാസന്മാരെ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്ക് യെരൂശലേമിൽ ഒരു ഓഹരിയില്ല, ഒരു അവകാശവുമില്ല, ജ്ഞാപകവുമില്ല. ജ്ഞാപകം എന്ന പദത്തിന്റെ അർത്ഥം പിന്തുടർച്ച അവകാശം അല്ലെങ്കിൽ ചരിത്ര അവകാശം. നിങ്ങൾക്ക് ഓഹരിയുമില്ല, അവകാശവുമില്ല, ഒരു ചരിത്ര അവകാശവുമില്ല, അല്ലെങ്കിൽ ഒരു പിന്തുടർച്ച അവകാശവുമില്ല. ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കാൻ ശക്തനാ. വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി എന്നെ ഈ ലൈവിൽ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ലോകം നിങ്ങളുടെ കാര്യം സാധിപ്പിച്ചില്ലെന്ന് വരും. എന്നാൽ നമ്മുടെ കാര്യത്തെ സാധിപ്പിച്ചു തരുവാൻ ലോകത്തിൽ ആർക്കും സാധിച്ചില്ലെന്ന് വരും. മാതാപിതാക്കൾക്ക്, എന്നെ കേൾക്കുന്ന പൈതലെ, എന്നെ കേൾക്കുന്ന കുഞ്ഞെ, മോനെ, മോളെ, നിന്റെ കാര്യം സാധിപ്പിച്ചു തരുവാൻ മാതാപിതാക്കളുടെ കയ്യിൽ ഒന്നും കാണത്തില്ല, നിന്റെ സഹോദരങ്ങളുടെ കയ്യിലൊന്നും കാണത്തില്ല. എന്നാൽ ദൈവത്തിന്റെ കയ്യിലുണ്ട് ധനവും മാനവും പുരാതന സമ്പത്തുമുള്ള ആ ദൈവം വിളിച്ചു പറയും, മോനെ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്, മോളെ നിനക്ക് വേണ്ടി എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ദൈവം ചോദിക്കും. ആ ദൈവം നമ്മുടെ കാര്യത്തെ സാധിപ്പിച്ചു തരുവാൻ ശക്തനാണ്. ആ നല്ല ദൈവത്തിന്റെ കരുത്തിലേക്ക് ഇന്ന് രാത്രി നമുക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യ ജീവിതം മുൻപോട്ട് നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളിൽ നിന്ന് ഇവിടെ വിരാമം കൊള്ളുന്നു. ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ പാട്ടുകളും ദൈവവചനങ്ങളും ഇനി പാടാനുള്ള പാട്ടുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യണം. അത് അനേകർക്ക് ഒരാശ്വാസത്തിന് കാരണമായി തീരും. കാരണം ജീവിത അനുഭവത്തോടുള്ള ബന്ധത്തിലാണ് പല കാര്യങ്ങൾ ഞാനിവിടെ ദൈവത്തിൽ നിന്ന് ഓർപ്പിച്ചത്. അതുകൊണ്ട് ചില ഉള്ളങ്ങൾക്കെങ്കിലും അതിലെ അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവം തീർക്കട്ടെ എന്ന് ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാം അറിയാവുന്ന ഒരു ബൈബിളിലെ കാര്യമാണ്. എൻ്റെ ഇളയമോൻ ജെർമിയ ആ കാര്യം പ്രസംഗത്തിൽ ചെറിയൊരു ഷോർട്ട് മെസ്സേജിൽ അവനെ ഓർപ്പിച്ചു. അബ്രഹാം ഇസ്ഹാക്കിനെ കൊണ്ട് യാഗമർപ്പിക്കാൻ പോകുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞാൽ, ഇതുപോലെ നിന്റെ ഏകജാതനെ യാഗമർപ്പിക്കാൻ ദൈവം പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ഒരു സിറ്റുവേഷൻ? അത് കുഞ്ഞുങ്ങൾ രണ്ടുപേര് യോശുവയും ജെർമിയായും അത് സ്കിറ്റായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കുകയാണ്. പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രസംഗം കേൾക്കുന്നതിനേക്കാൾ ഉപരി കുഞ്ഞുങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കുമ്പോൾ പെട്ടെന്ന് അതൊന്ന് സ്ട്രൈക്ക് ചെയ്യുവാൻ ഇടയായും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ കൂടി തുടർന്നുള്ള ശുശ്രൂഷയിൽ സമ്മതിപ്പാൻ കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവം സഹായിക്കട്ടെ.
യാഗം കഴിക്കണമെന്ന്. എഴുന്നേക്ക് മോനെ, യാഗം കഴിക്കണം. തോന്നി സമയം കൊണ്ട് ഉറങ്ങിക്കോട്ടെ. മോനെ വാ, എഴുന്നേക്ക്, പോയി റെഡിയാകും. ഈ ചെക്കൻ്റെ ഒരു കാര്യം എത്ര നേരം. നമുക്ക് പോകാം. മോനെ നീ പോലും കഴിക്കുന്നേ വീഴ്ചയൊന്നും ചെയ്തേക്കരുത്. ഞാൻ പ്രായമായ അപ്പച്ചനാണ്, എന്നെ ഒന്ന് വീഴ്ചേക്കരുത് മോനെ. ഇല്ല, പേടിക്കണ്ട. ഇച്ചിരി പയ്യെ പോളെ. തോന്നിട്ട് കത്തിയുടെ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് യഹോവ അപ്പച്ചൻ കരുതിക്കോളും. നമുക്കിപ്പോൾ പോകാം. മോനിത് പിടിക്കും. മോനിത് പിടിച്ച്. മോനെ നിന്റെ കളിയൊക്കെ നിർത്തിട്ട് ഇവിടെ ഒന്ന് കിടക്കും മോനെ. ഞാൻ ടീച്ചറിനെ കളിക്കും. ഇപ്പൊ ഞാൻ ലെവൽ അപ്പാവും. മോനെ ഇപ്പൊ യാഗം അപ്പച്ചൻ പറഞ്ഞ യേശു അപ്പച്ചൻ പറഞ്ഞില്ലേ ഇപ്പൊ കിടക്കാൻ. 20 സെക്കൻഡ് കൂടെ ഞാൻ ഇപ്പൊ പകുതി കളിച്ചോണ്ടിരിക്കുവാ. മോൻ വന്ന് കിടക്കരുത്. നല്ല കാര്യം, കത്തി കഴിക്കരുത്. മകനെ ഇസഹാക്കേ, ഇസഹാക്കേ, അപ്പന്റെ മേൽ കൈവയ്ക്കരുത്. ഞങ്ങളിവിടെ കാണിച്ചത് ഈ ജനറേഷനിലെ അപ്പനും മകനുമുള്ള താരതമ്യമാണ്. അപ്പൻ പറഞ്ഞത് ഒരിക്കലും അനുസരിക്കാതെ മകൻ തന്റെ ജീവിതയാത്ര പോകുമ്പോൾ ഇങ്ങനെയായിരിക്കില്ല ഓരോ യുവതലമുറകളും തന്റെ അപ്പനെ അനുസരിച്ച് ബഹുമാനിച്ചു വേണം എന്നാണ് ഞങ്ങൾക്ക് ഇതിലൂടെ പറയാനുള്ളത്. ഇത് നമ്മളെ ധാരണയുടെ അടുത്തതായി നമുക്ക് അമ്പയറുഷലേം അമ്പലിൽ കാഴ്ചയിൽ അമ്പലെ വരുന്ന നാൾ എന്ന് മനോഹരമെന്ന പഴയ ക്രിസ്തീയ ഗാനം ഇപ്പോൾ ജർമ്മി ആരംഭിക്കുന്നു. സ്തോത്രം. തുങ്കപ്രതാപമാർന്ന സുരേഷ് നായകൻ എന്ന പഴയ ക്രിസ്തീയ ഗാനം ഇപ്പോൾ ആലപിക്കുന്നു.
ചമച്ചവനെ എന്ന ഗാനം ഇപ്പോൾ ജെർമിയ പാടുന്നത്. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. വാഴ്ത്തുന്നു ഞാൻ അത്യുന്നതനെ, വാനവും ഭൂമിയും ചമച്ചവനെ. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിയോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും, നീ എൻ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിയോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും, നീ എൻ മാത്രമേ. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. സ്തുതിക്കുന്നു ഞാൻ മഹോന്നതനെ, സ്തുത്യം തന്നാഥന്റെ കരവിരുത്. മഹിമയിൽ പ്രഭുതാൻ മഹത്വത്തിയോഗ്യൻ, വാനവും പുകഴ്ചയും യേശുവിന്. യേശുനാഥാ നീ എൻ ദൈവം, യേശുനാഥാ നീ എൻ ആശ്രയം, യേശുനാഥാ നീ എൻ ശൈലവും എന്റെ കോട്ടയും, നീ മാത്രമേ. അടുത്തതായി എന്നുമേക്കെ വന്നിടും എൻ്റെ പ്രാണനായക നിന്നെ കൺമനാശിയോടും എന്ന ക്രിസ്ത്യഗാനം നമുക്ക് ആയിരുന്നു. എന്നുമേകെ വന്നിടും എന്റെ
പാട്ട് കേൾക്കാം. ഒന്നോളിൻ സോദരത്തെ എന്ന ഗാനം സിസ്റ്റർ കുറിച്ച് വളരെ ഇഷ്ടപ്പെടുന്നു. Praise the Lord. വന്നോളിൻ സോദരരെ നിങ്ങൾ കേട്ടോളിൻ സുവിശേഷം വിട്ടോളിൻ നാമവലികളെ യേശുവിനായേ ദൈവത്തിന് സ്തോത്രം. അടുത്തതായി ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാടാൻ കാര്യങ്ങളുണ്ട് എന്ന ഗാനം നമുക്ക് പാടാം. നമുക്ക് കാരണമുണ്ട് കൈകൊട്ടിപ്പാടാൻ
ഈ രാത്രി അല്പസമയം കൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, അല്പസമയം കൂടെ കർത്താവിനെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ നാം പോകുകയാണ്. ഈ ലൈവ് വർഷിപ്പിന്റെ ദൈവത്തിന്റെ ശുശ്രൂഷയുടെ അവസാന മിനിറ്റിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മുടെ മേൽ ഈ നിമിഷം വീണ്ടും ചെറിഞ്ഞ് സഹായിക്കേണ്ടതിനായി ഉറ്റവരും കൂടെയവരും നമ്മെ തള്ളിക്കളഞ്ഞപ്പോൾ അനേക പ്രിയമുള്ളവർ കുറ്റം പറഞ്ഞ് നമ്മെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് നമ്മെ ഉയർത്തിയ ആ നല്ല ദൈവത്തിന്റെ പ്രത്യേക കൃപ, ആ നല്ല ദൈവത്തിന്റെ പ്രത്യേക സാന്നിധ്യം ഈ രാത്രി നമ്മുടെ മേലൊന്ന് ചൊരിഞ്ഞ് നമ്മെ സഹായിക്കേണ്ടതിനായി ആ നല്ല ദൈവത്തിന്റെ പാദപീഠത്തിലേക്ക് നമുക്ക് നമ്മെ തിരുവനന്തപുരം ദൈവത്തിലേക്ക് സമർപ്പിക്കാം. നന്നായിരിക്കുന്ന സ്ഥാനത്തെ ഇരുന്നുകൊണ്ട് കർത്താവേ, നീ മാത്രം ഇന്ന് ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവനായ അങ്ങ് ഉന്നത വിളിയാൽ എന്നെ വിളിച്ച് ചോദിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ താൻ എന്നെ വാണിച്ച കർത്താവേ, എന്റെ കാലുകൾ വഴുതി പോയപ്പോൾ എന്നെ താങ്ങി നിർത്തിയ നല്ല ദൈവത്തിന്റെ കൃപയെ ഓർത്തുകൊണ്ട് അല്പസമയം നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിപ്പാൻ ഇന്ന് രാത്രി നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടുവാൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അവസരത്തെ ഒരുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ രക്തദാനം, യേശുവിന്റെ രക്തദാനം, യേശുവിന്റെ രക്തദാനം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാളെ നമ്മുടെ ജീവിതത്തിൽ ആമേൻ. എന്തായി തീരും, നാളത്തെ സുപ്രഭാതം എങ്ങനെ ആയിത്തീരും നമുക്കറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ കർത്താവിന് കൊടുക്കേണ്ടിയ മഹത്വം ഈ രാത്രി കൊടുക്കുവാൻ നാം തയ്യാറാകുമെങ്കിൽ, ഒരു പത്രോസിനെ കാരാഗ്രഹത്തിൽ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി ആ വിടുതല വ്യാപാര ശക്തി നമ്മുടെ മേൽ ചൊരിഞ്ഞ് നമ്മെ ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിപ്പാൻ ഒന്നാം വാതിൽ, രണ്ടാം വാതിൽ തുറന്ന് മൂന്നാം വാതിൽ സ്വതവേ തുറന്ന് ഒരു പത്രോസിനെ വിടുവിപ്പാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദേവദാസനെ, എന്നെ കേൾക്കുന്ന ദൈവമെതിരെ നിന്റെ ജീവിതത്തിന് ഒരു വിടുതലെ രാത്രിയാക്കി എന്റെ ദൈവം തീർക്കുവാൻ ഈ ദൈവം മതിയായ കർത്താവ്. അന്ത്യം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാൻ അന്തിയിൽ ഹേയുള്ള മകൻ ശക്തി നീയേ ദേവ, അന്തിയിൽ ഹേയുള്ള മകൻ ശക്തി നീയേ. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീ
ചെയ്യേണ്ടു നിനക്കേ ശുഭരാ. Praise the Lord. സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ ദൈവത്തെ അല്പസമയം കൂടെ നമുക്ക് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. മന്നിടത്തിൽ നമ്മെ ആരും അറിയുന്നില്ലെങ്കിലും നമ്മെ നന്നായി അറിയുന്ന ആരുമനാഥനായ ദൈവത്തിന്റെ പ്രത്യേക കൃപ, പ്രത്യേക സാന്നിധ്യം ഈ രാത്രി നമ്മുടെ മേൽ ഇത്രത്തോളം ചൊരിഞ്ഞ് ദൈവം നമ്മെ സഹായിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പറഞ്ഞ തീരാത്ത ദാനങ്ങൾ നിമിത്തം ദൈവത്തിന് സ്തോത്രം ചെയ്യുകയെന്ന് ദൈവത്തെ നാം വായിക്കുന്ന പോലെ ഇന്ന് രാത്രി ദൈവം നമ്മെ അത്ഭുതകരമാംവിധം, അതിശയാംവിധം ദൈവം നമ്മെ സംരക്ഷിക്കുന്നു, സൂക്ഷിക്കുന്നു. ആ ദൈവത്തിന്റെ പ്രത്യേക കൃപ വീണ്ടും നമ്മുടെ മേൽ അവിടുത്തെ ചൊരിഞ്ഞ് കർത്താവ് നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എക്സോഡക്സ് മിനിസ്ട്രിക്ക് കൂടി ലൈവ് പ്രോഗ്രാം എനിക്ക് കുടുംബമായി ചെയ്യുവാൻ സ്വർഗ്ഗദൈവം ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിക്കുവാൻ പോകുന്നു. ഒപ്പിച്ചതുപോലെ എൻ്റെ പേര് ഫസ്റ്റ് അനീഷ് പാമ്പാടി. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏതാണ്ട് 100-ലധികം മെസ്സേജുകൾ പറയുവാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരത്തെ ഒരുക്കി. ഞാൻ കുടുംബമായി അനേക പ്രയറുകൾ വാട്സപ്പ് പേജുകളിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും അനേക ലൈവ് പ്രോഗ്രാമുകൾ സ്വർഗ്ഗദൈവം ഒരുക്കി. ഒരു കഴിവും ഒരു വിടക്കും ഒരു യോഗ്യതയും ഇല്ലാഞ്ഞ അടിയങ്ങളെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ, എന്റെ പിതൃഭവനം എന്തുള്ളൂ എന്ന് ദാവീദിനോട് ചേർന്ന് പറയുവാനേ ഉള്ളൂ. എന്റെ ജീവിതത്തിൽ ഒത്തിരി കഴിവോ ഒത്തിരി വിടക്കോ ഒന്നും ഇല്ലാത്ത അടിയങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ, ദൈവം തരുന്ന ടാലന്റുകൾ ദൈവനാമത്തിന് വേണ്ടി ഇത്രത്തോളം വിനിയോഗിപ്പാൻ ദൈവം അവസരത്തെ ഒരുക്കി. വീണ്ടും പ്രിയമുള്ളവരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികളെ ദൈവം നമ്മുടെ ജീവിതത്തിന് മേൽ ഓരോ നിമിഷവും ചൊരിഞ്ഞ് കർത്താവ് മാനിക്കട്ടെ, സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട കർത്തൃദാസൻ ബാബു പാസ്റ്ററാണ് എക്സലൻസ് മിനിസ്ട്രിയിൽ ഇതിനോടൊരു അവസരം ഒരുക്കി തന്നത്. കർത്തൃദാസനോടും തന്റെ കുടുംബത്തോടും അതുപോലെ തന്നെ ഈ പേജിന്റെ അഡ്മിന്മാരായ സേവനമനുഷ്ഠിക്കുന്ന മറ്റ് പ്രിയമുള്ളവരോട്, ഞങ്ങളെ ലൈവിൽ ശ്രമിച്ച എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് മോൻ നന്ദി അറിയിക്കും. കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, ഇത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ച് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ ലൈവിൽ ദൈവത്തിനെ കേട്ട പാട്ടുകൾ കർത്താവെ ശ്രമിച്ച ഓരോ ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തരെയും കർത്താവ് ധാരാളമായി സഹായിക്കണമേ. ദൈവത്തിന്റെ വലിയ കൃപ ഓരോ ജീവിതങ്ങളും എനിക്ക് ചെയ്യണമേ. വിടുതിയുടെ ഹൃദയത്തെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറന്നതുപോലെ ചില ഉള്ളങ്ങൾക്കെങ്കിലും വലിയ അനുഗ്രഹത്തിന് കാരണമാക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തീർക്കണമേ. അവസരം ഒരുക്കി തന്ന ബാബുപാസ്റ്ററായി സ്തോത്രം ചെയ്യുന്നു. തന്റെ കുടുംബത്തിനായ ടീം അംഗങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. താൻ സൂക്ഷിക്കുന്ന ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാൻ കർത്താവ് അവസരത്തെ ഒരുക്കിയ സ്തോത്രം. വീണ്ടും അനുഗ്രഹിക്കണം, സഹായിക്കണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ യഹോവ നിന്നെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിച്ച് നിന്നോട് കൃപയുണ്ടാകട്ടെ. യഹോവ തിരുമുഖം നിന്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകുമാറാകട്ടെ. പിതാവ് ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനെ പുത്രന്റെ കൃപയും
പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം പ്രാർത്ഥിച്ച ചെറുതും വലുതുമായ ഓരോ പ്രാർത്ഥന വിഷയത്തിന്മേലും കർത്താവിന്റെ രണ്ടാം വരവ് വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഈ രാത്രി നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഔദ്യോഗികമായി നന്ദി അറിയിക്കും. വീണ്ടും ഓർക്കാം, പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. ദൈവത്തിന് മഹത്വം. ഇതിനായി ഞങ്ങൾക്ക് അവസരം ഒരുക്കി തന്ന ദൈവത്തിന് ആയിരം ആയിരം നന്ദി ആദ്യമായി പറഞ്ഞുകൊള്ളട്ടെ. ഈ എക്സോഡക്സ് മീഡിയയുടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബാബുമാഷോടുള്ള നന്ദി, ഹൃദയപൂർവ്വം നന്ദി ഞങ്ങൾ ഈ സമയം അറിയിച്ചു കൊള്ളട്ടെ. മറ്റ് എല്ലാ അംഗങ്ങളുമാരെയും ദൈവം ധാരാളമായി നന്ദി ഞങ്ങൾ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഞങ്ങളെ ശ്രമിച്ച എല്ലാവരെയും ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അർപ്പിച്ചുകൊള്ളട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.